വിശ്വപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. 10 പള്ളിയോടങ്ങൾക്കാണ് ആദ്യ ദിനം വള്ളസദ്യ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. KP വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായിരിക്കുന്നു. ഇനിയുള്ള 56 നാളങ്ങൾ അത് ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം, ആറന്മുള ദേശത്തെ സംബന്ധിച്ചിടത്തോളം വഞ്ചിപ്പാട്ടിൻ്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും എല്ലാം വിശ്വപ്രസിദ്ധി നേടിയ ആ പുണ്യ നാളുകളുടെ ആ ദിവസങ്ങളായിരിക്കും, മണിക്കൂറുകളായിരിക്കും, ദിനരാത്രങ്ങളായിരിക്കും. ഇപ്പോൾ സുരേഷ് ഗോപി സദ്യാലയത്തിനുള്ളിൽ ദീപം കൊളുത്തി വള്ളസദ്യയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ വിഗ്രഹത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പവിത്രമായിട്ടുള്ള ആ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആ സദ്യയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സദ്യാലയത്തിനുള്ളിൽ 20 സദ്യാലയങ്ങളാണ് ആകെയുള്ളത്. ഇന്ന് 10 വള്ളയോടങ്ങൾക്ക് വഴിപാടുണ്ട്. ഇവിടെ ഇപ്പോൾ സദ്യ വിളമ്പി തുടങ്ങും. ഓരോ പേരിലും ഓരോ വിഭവത്തിൻ്റെ പേരും വിളിച്ചു ചൊല്ലുമ്പോൾ ഇലയിൽ ആ വിഭവം എത്തിച്ചുകൊണ്ടുള്ള മനോഹരമായ കാഴ്ച അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ദൃശ്യമാകും. ഇപ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ സദ്യാലയമെങ്ങും വഞ്ചിപ്പാട്ടിൻ്റെ ഈരടിയിൽ ആ സദ്യയ്ക്ക് വേണ്ടി 64 കൂട്ടം സദ്യകൾ ഇലയിൽ വിളമ്പുന്ന ആ വലിയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ആളുകളും. നമുക്കിപ്പോൾ മുഴങ്ങുന്ന വഞ്ചിപ്പാട്ടിൻ്റെ ഈണം കേൾക്കാം. വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ ഓരോ വിഭവവും ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് മുന്നിൽ വഴിപാടുകാർ സമർപ്പിക്കുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വഴിപാടുകാർ ഓരോ ഇലയിലും ആ വിഭവങ്ങൾ വിളമ്പിയതിനു ശേഷം വഞ്ചിപ്പാട്ടുകാർ, പള്ളിയോടക്കരക്കാർ വിളിച്ചു ചൊല്ലുന്ന, വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ വിളിച്ചു ചൊല്ലുന്ന ആ വിഭവങ്ങൾ ഇലകളിൽ എത്തിക്കും. ആ ഇലകളിൽ ഓരോ വിഭവവും 40 വിഭവങ്ങൾ ഇലകളിൽ വിളമ്പുമ്പോൾ 24 വിഭവങ്ങളാണ് വിളിച്ചു ചൊല്ലി വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ വിളിച്ചു ചൊല്ലുന്നത്. അങ്ങനെ 24 വിഭവങ്ങളും 64 വിഭവങ്ങൾ ആകെ ഇലകളിൽ വിളമ്പുമ്പോൾ വിശ്വപ്രസിദ്ധി നേടിയ ആറന്മുള വള്ളസദ്യയുടെ ദിനരാത്രങ്ങൾക്ക് ആറന്മുള ദേശം സാക്ഷ്യം വഹിക്കും. ഇപ്പോൾ നമുക്ക് കേൾക്കാം ആ വഞ്ചിപ്പാട്ടിൻ്റെ ഈണം വിളമ്പുന്നത് കേൾക്കാം. ആ വഞ്ചിപ്പാട്ടിൻ്റെ ഈണം മാത്രമാണ്, ഇരടികൾ മാത്രമാണ് ഇപ്പോൾ എങ്ങും മുഴങ്ങുന്നത്. എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ഇപ്പോൾ അദ്ദേഹം ഈ വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഈ സദ്യാലയത്തിൽ അദ്ദേഹം ഉണ്ട്. ഗായകൻ ജി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. വള്ളസദ്യയുടെ താളങ്ങൾ, ഈരടികൾ ഇപ്പോൾ മുഴങ്ങുകയാണ്. അദ്ദേഹം സദ്യ ജി വേണുഗോപാൽ, പ്രമുഖ ഗായകൻ ജി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ട്. അങ്ങനെ പ്രമുഖരായ നിരവധി ആളുകൾ ഇന്ന് ആദ്യ ദിനം. മിഥുൻ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വലിയ ആഘോഷമാണ്, ഈ ആചാര അനുഷ്ഠാനങ്ങളാണ് ഈ വള്ളസദ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ആ ഒരു നാടിൻ്റെ തന്നെ സവിശേഷതയാണ്. ഒപ്പം നിരവധി നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തർ അവിടത്തേക്ക് എത്തിച്ചേരുന്നു. അന്യദേശങ്ങളിൽ നിന്ന് പോലും ഇതിൻ്റെ ഖ്യാതി കേട്ടറിഞ്ഞ് കണ്ടറിയാൻ, ആസ്വദിക്കാൻ അനവധി ആൾക്കാരാണ് വരുന്നത്. ഓരോ വർഷം കൂടുന്തോറും ഇതിൻ്റെ ആ ഒരു പ്രൗഢിയും ഗരിമയും വർദ്ധിച്ചു വരികയാണല്ലേ? തീർച്ചയായും KP, ഇന്ന് തന്നെ 56 ദിവസങ്ങളാണ് ഇത്തവണ വള്ളസദ്യ ഉള്ളത്. ഈ 56 എന്ന കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 500-ലധികം വള്ളസദ്യകളാണ് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു സവിശേഷത കൂടി ഇത്തവണ ഉണ്ട്. ഓണം നേരത്തെ ആയതുകൊണ്ട് 56 ദിവസങ്ങൾ മാത്രമാണ് ഇത്തവണ ഉള്ളത്. അതിൽ 500-ലധികം വള്ളസദ്യകൾ ഇതിനോടകം തന്നെ പള്ളിയോടക്കരകൾക്ക് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു സവിശേഷ കാര്യം കൂടി ഇത്തവണ ഉണ്ട്. KP സൂചിപ്പിച്ചതുപോലെ ആചാര അനുഷ്ഠാനങ്ങൾ അത് ഓരോ തവണയും ഓരോ വർഷവും വരുമ്പോൾ അതിൻ്റെ മാറ്റ് കൂടി വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഗായകൻ ജി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ വള്ളസദ്യയിൽ പങ്കെടുത്തുകൊണ്ട് വള്ളസദ്യ 64 വിഭവങ്ങൾ ഇലകളിൽ എത്തുമ്പോഴുള്ള ആ അതിവിശിഷ്ടമായിട്ടുള്ള ആറന്മുള വള്ളസദ്യ കഴിക്കുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പള്ളിയോടക്കരക്കാർ ഓരോ വിഭവങ്ങളും വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ വിളിച്ചു ചൊല്ലും. ആ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ വിളിച്ചു ചൊല്ലുന്ന 24 വിഭവങ്ങൾ അവരുടെ ഇലകളിൽ ഇപ്പോൾ എത്തും. അതിമനോഹരമായ ആ കാഴ്ചയ്ക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ ആറന്മുളയിലെ സദ്യാലയങ്ങൾ സാക്ഷ്യം വഹിക്കും. എന്തായാലും വലിയ തിരക്ക് ക്ഷേത്രത്തിലും അനുഭവപ്പെടുന്നുണ്ട്. നാനാ ദിക്കുകളിൽ നിന്നുള്ള വഴിപാടുകാരോടൊപ്പം എത്തിയിരിക്കുന്നവർ, പള്ളിയോടക്കരക്കാർ എല്ലാം ചേർന്നുകൊണ്ട് 51 കരകളും പള്ളിയോടക്കരകളും ആറന്മുളയുടെ ദേശഭാഗങ്ങളും ഒപ്പം പമ്പാ തീരവും എല്ലാം ഇപ്പോൾ
ആറന്മുള സദ്യയുടെ ആ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങിൻ്റെ ദിനരാത്രങ്ങളിലേക്ക് കടക്കുമ്പോൾ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ ഭക്തിസാന്ദ്രമായി മാറുകയാണ് ഈ നാട് എന്നുള്ളതാണ്. ആചാര അനുഷ്ഠാനങ്ങൾ, വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള ഏറ്റവും പവിത്രമായ ആ ചടങ്ങ്. അപ്പോൾ നമുക്ക് പശ്ചാത്തലത്തിൽ വിശ്വപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി കഴിഞ്ഞു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 10 പള്ളിയോടങ്ങൾക്കാണ് ഇന്ന് ആദ്യ ദിനം വള്ളസദ്യ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ, ഗായകൻ ജി വേണുഗോപാൽ അടക്കമുള്ളവർ ഈ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ വള്ളസദ്യയിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വപ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യ തത്സമയ ദൃശ്യങ്ങൾ. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.